ഹായ് ഫ്രണ്ട്സ്, ടു മൈ നോളജിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിഷിംഗ് ഗിയേഴ്സ് ആണ്. ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ദെയർ ഹാസ് ബീൻ എ ഗ്രോയിങ് ഫോക്കസ് ഓൺ എക്കോസിസ്റ്റം എഫക്റ്റ് ഓഫ് ഫിഷറീസ്, അഡ്രസ്സിംഗ് ദ ഇമ്പാക്റ്റ് ഓഫ് ഫിഷിംഗ് ഓപ്പറേഷൻസ് നോട്ട് ഓൺലി ഓൺ ദ ടാർഗറ്റ് സ്പീഷീസ് ബട്ട് ഓൾസോ ഓൺ bycatch. Energy efficiency, reduced pollution and improved quality of catch are also important aspects related to fishing gears and fishing operations. Code of Conduct of Responsible Fisheries, Article 7.2.2. From a situation where the development of fishing gears and method only focused on the highest possible catching efficiency for the target species. These are some of the criteria for the ideal fishing gear: highly selective for the target species and sizes with negligible direct or indirect impact on non-target species, sizes and habitats. Effective giving high catches of target species at lowest possible cost. Quality oriented, producing catches of high quality. ഒരു ഐഡിയലായിട്ടുള്ള ഒരു ഫിഷിംഗ് ഗിയർ ഫോളോ ചെയ്യേണ്ട മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ട് ടാർഗറ്റ് സ്പീഷീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ടാർഗറ്റ് സ്പീഷീസിനെ പിടിക്കുകയും കൂടാതെ തന്നെ നോൺ ടാർഗറ്റഡ് ആയിട്ടുള്ള, അതായത് ബൈക്യാച്ചിൽ വരുന്ന പക്ഷേ എക്കണോമിക്കലി വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പക്ഷേ എക്കോളജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ബൈക്യാച്ച് ആയിട്ടുള്ള ഫിഷസും ഇതിൻ്റെ കൂടെ ക്യാച്ച് ചെയ്യപ്പെടുന്നുണ്ട് പല രീതിയിലുള്ള ഗിയേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് ഇതുപോലെ പുതിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗിയർ മോഡൽസും ഒക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു സസ്റ്റൈനബിൾ രീതിയിൽ കൂടുതൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ഫലപ്രദമായിട്ട് മീൻ പിടിക്കുക, അതാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു ഫിഷിംഗ് ഗിയറിൻ്റെ ഇത്. Classification of fishing gears. Fishing gears are commonly classified into two main categories: passive and active. This classification is based on the relative behavior of the target species and the fishing gear. Passive gears, the capture of fish is generally based on movement of the target species towards the gear. Active gears capture is generally based on an aimed chase of the target species. Example, trawls and dredges. ഫിഷിംഗ് ഗിയേഴ്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പാസീവ് ഗിയർ, രണ്ടാമത്തത് ആക്റ്റീവ് ഗിയർ. പാസീവ് ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ആ ഗിയർ സ്റ്റേഷനറി ആയിരിക്കും. അതിലേക്ക് ഫിഷ് വന്ന് പെടുകയാണ് ചെയ്യുന്നത്. കാരണം അതൊരു ട്രാപ്പ് പോലെയാണ് ആക്ട് ചെയ്യുന്നത് പാസീവ് ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ആക്റ്റീവ് ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിഷ് ഉള്ള സ്ഥലത്ത് പോയി ഫിഷിനെ അവിടെ വെച്ച് ചേസ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ പിടിക്കുന്ന ഒരു രീതിയാണ് ആക്റ്റീവ് ഗിയേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ആക്റ്റീവ് ഗിയേഴ്സിൽ മോട്ടറൈസ്ഡ് ബോട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഫിഷിങ് നടത്തുന്നത്. Passive gears in general the most ancient type of fishing gears. These gears are most suitable for small scale fishing and are therefore often the gear types used in artisanal fisheries. Some passive fishing gears are often referred to as stationary fishing gears. Stationary gears are those anchored to the seabed and they constitute a large group of passive gears. Some moving gears such as drift nets may also be classified as passive gears. പാസീവ് ഗിയേഴ്സ് വളരെ ഏൻഷ്യൻ്റ് കാലം തൊട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് പാസീവ് ഗിയേഴ്സ്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത, അത് സ്റ്റേഷനറി ആയിരിക്കും. പാസീവ് ഗിയേഴ്സ് സ്റ്റേഷനറി ആണ്. പിന്നെ ചില ഡ്രിഫ്റ്റ് നെറ്റ്സുകളെയും ഇങ്ങനെ പാസീവ് ഗിയേഴ്സിൽ ക്ലാസിഫൈ ചെയ്ത് വരുന്നുണ്ട്. മൂവിങ് ഡ്രിഫ്റ്റ് നെറ്റ്സിനെ പാസീവ് ഗിയേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് ഗിൽനെറ്റ്. ഗിൽനെറ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി ടാർഗറ്റ് സ്പീഷീസ്, ഭയങ്കര സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു നെറ്റാണ് ഈ ഗിൽനെറ്റ് എന്ന് പറഞ്ഞാൽ. ദ ഗിൽനെറ്റ് ഈസ് നെയ്മഡ് ആഫ്റ്റർ ഇറ്റ്സ് ക്യാച്ചിങ് പ്രിൻസിപ്പിൾ ആസ് ഫിഷ് ആർ യൂഷ്വലി കോട്ട് ബൈ ഗില്ലിംഗ്. ദ ഫിഷ് ഈസ് കോട്ട് ഇൻ വൺ ഓഫ് ദ മെഷസ് ഓഫ് ദ ഗിൽനെറ്റ്, നോർമലി ബൈ ദ ഗിൽ റീജിയൻ. Thus, fish capture by gillnets is based on fish encountering the gear during feeding or migratory moments. As fish may avoid the gillnet if they notice the gear, catches are normally best at low light levels or in areas with turbid water. ഗിൽനെറ്റ് സ്റ്റേഷനറി ആയിട്ട് നിർത്തുന്ന ഒരു നെറ്റാണ്. അപ്പം ഗിൽനെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ഫിഷിൻ്റെ ഗില്ലിലാണ് ഉടക്കുന്നത്. അതായത് ആ ഒരു മെഷ് സൈസിലുള്ള ഫിഷസ് മാത്രമേ, ഏത് മെഷ് സൈസാണോ അതിൽ കൊടുത്തേക്കുന്നത്, അപ്പോൾ ആ ഒരു മെഷ് സൈസിൽ കുടുങ്ങുന്ന ഫിഷസ് മാത്രമേ ഈ ഗിൽനെറ്റിൽ. അപ്പം അത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതി കൂടെയാണ്. കാരണം
അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്മോൾ സൈസിലുള്ള ഫിഷസ് ഒന്നും അതിൽ പിടിക്കുന്നില്ല. അങ്ങനെ തന്നെ നമുക്ക് സെലക്റ്റീവായിട്ടുള്ള സൈസിലുള്ള ഫിഷസിനെ മാത്രം പിടിക്കാൻ പറ്റുന്നതാണ് ഗിൽനെറ്റിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഗിൽനെറ്റ് കാരണം ഗിൽനെറ്റ് ലോ ലൈറ്റ് അല്ലെങ്കിൽ ടർബൈഡ് വാട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഫിഷസ് നെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വരത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാകുമ്പോഴത്തേക്കും ഫിഷ് കിട്ടാനുള്ള ചാൻസ് കൂടും. നെക്സ്റ്റ് വൺ ഈസ് ട്രാമൽ നെറ്റ്. In trammel nets, fish are caught by entanglement, which is facilitated by its special construction of 3 panel of nets attached on the same rope with a high degree of slackness. Trammel nets are usually set and operated like bottom set gill nets, mainly in small scale nearshore fisheries. Trammel nets are used for catching a large variety of demersal fishes. ട്രാമൽ നെറ്റ്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഡിമേഴ്സൽ ഫിഷസിനെ പിടിക്കാൻ വേണ്ടിയാണ്. ഗിൽനെറ്റ്, അതായത് ബോട്ടം സെറ്റ് ഗിൽനെറ്റ് ചെയ്യുന്നത് പോലെ ആ രീതിയിൽ തന്നെയാണ് ഈ ട്രാമൽ നെറ്റും സെറ്റ് ചെയ്യുന്നത്. ഇത് ട്രാമൽ നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ റോപ്പിൽ 3 പാനൽ, നെറ്റിൻ്റെ 3 പാനൽസ് ആയിട്ട് വന്നിട്ട് അതിനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിലേക്ക് ഫിഷ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. Pods and traps. Pod fishing is normally based on attracting target organisms by bait. When attracted to the pod, the target organism must enter the pod to gain access to the bait. This can be done through one or several entrances of the pod. Pods are most widely used to catch different crustaceans like crab, lobsters and shrimps. ഈ പോട്ട്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ക്രസ്റ്റേഷ്യൻസിനെയും ക്രാബ്സിനെയും ലോബ്സ്റ്ററിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. ഈ പോട്ടിൽ, അതായത് പോട്ടിൻ്റെ ഒരു ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ അതിൽ ബെയ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ബെയ്റ്റിൽ അട്രാക്റ്റഡ് ആയിട്ട് ഫിഷസ് അതിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ പോട്ടിൽ അത് കയറി കഴിഞ്ഞാൽ അതിന് തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ ആണ് ഇതിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്ന രീതി. Traps are normally not baited but catch fish and other organisms by leading them into the trap, eventually to the fish compartment that is designed for holding the fish entrapped with low possibility of escaping. A variety of target species are caught by tidal traps, both finfish and crustaceans. Example, shrimps naturally dominated by species living in the tidal zones. ഈ ട്രാപ്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഫിൻഫിഷസിനെയും ക്രസ്റ്റേഷ്യൻസിനെയൊക്കെ പിടിക്കാനായിട്ടാണ്. ഇത് ടൈഡൽ സോൺസിലാണ് ഈ ട്രാപ്പ് വെക്കുന്നത്. കാരണം ആ ഫിഷിനെ ഇതിൽ ബെയ്റ്റ് യൂസ് ചെയ്യുന്നില്ല. കാരണം ഫിഷ് നോർമലി അതിലേക്ക് ഗൈഡ് ചെയ്ത് അതിനെ ലീഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ട്രാപ്പിലാക്കുകയും അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് ഡിസൈനിങ് ആണ്. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ട്രാപ്സ്. അടുത്തത് ആക്റ്റീവ് ഗിയേഴ്സ് ആണ്. നമ്മൾ പാസീവ് ഗിയേഴ്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. Active gears have to move dragged or towed to capture fish. This usually requires engine-propelled boats. Active fishing methods are especially suitable for sampling large proportions of the whole fish stock or large numbers of fish. In most cases, the efficiency of active gear is considerably higher than that of the passive gear, such as gill net and traps, which rely for their efficiency on the movement of the fish themselves. ആക്റ്റീവ് ഗിയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ഇതിൽ സാധാരണയായിട്ട് ആക്റ്റീവ് ഗിയേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മോട്ടറൈസ്ഡ് ബോട്ട്സിൻ്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് ആക്റ്റീവ് ഗിയേഴ്സ് വെച്ച് ഫിഷിനെ പിടിക്കുന്നത്. അതായത് ഫിഷിനെ അതിൻ്റെ ലൊക്കേഷനിൽ ചെന്നിട്ട് അതിനെ പിടിച്ചെടുക്കുന്ന രീതിയാണ് ആക്റ്റീവ് ഗിയേഴ്സിൻ്റെ. ഇത് കൂടുതൽ, പക്ഷേ ഇത് വലിയ രീതിയിലുള്ള ലാർജ് ഫിഷ് സ്റ്റോക്കിനെയൊക്കെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആക്റ്റീവ് ഗിയേഴ്സ്. കൂടാതെ തന്നെ ഇത് പാസീവ് ഗിയേഴ്സിനേക്കാളും വളരെ എഫിഷ്യൻ്റ് ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മിക്ക ആക്റ്റീവ് ഗിയേഴ്സിനും അത് കൂടുതലായിട്ട് ബൈ ക്യാച്ച് വരുന്നതാണ് കൂടുതലും ആക്റ്റീവ് ഗിയേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. അത് എക്കോളജിക്കലി വളരെ പ്രശ്നമുള്ളതാണ് ആക്റ്റീവ് ഗിയേഴ്സ്, ചില ആക്റ്റീവ് ഗിയേഴ്സ്. അടുത്താണ് ഫിഷിംഗ് ഹുക്സ്. ലൈൻ ഫിഷിംഗ് കൺസിസ്റ്റ് ഓഫ് എ ലൈൻ ആൻഡ് എ ഹുക്ക്. Hooks are made of galvanized or aluminum coated iron, brass and stainless steel. In addition to simple hooks, hooks of more complicated designs such as double hooks, triple hooks and jigs are also in use. A simple hook consists of a head or eye by which it is connected to the line
shank, bend, point and bar. Barbells hooks are used in pole and line to facilitate easy removal of fish. Curved hooks, which are twisted in the bent part, make the baiting easier and increase efficiency. Double hooks or triple hooks are used in troll line with artificial baits, and these hooks hold in fish more securely than the single hook. ഈ ഫിഷിംഗ് ഹുക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പാസീവ് ആണോ ആക്റ്റീവ് ആണോ എന്ന് പറയുന്നത് അത് ഏത് രീതിയിലാണ് അത് യൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഈ ഫിഷിംഗ് ഹുക്സ് തന്നെ നമ്മൾ എവിടെയെങ്കിലും സ്റ്റേഷനറി ആയിട്ട് ബെയ്റ്റ് ഇട്ടിരിക്കുകയാണെങ്കിൽ അതൊരു പാസീവായിട്ട് വരും. പിന്നെ കൂടാതെ തന്നെ ഇത് ബോട്ടിൽ ടോ ചെയ്ത് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് അപ്പോഴൊരു ആക്റ്റീവ് ഇതിൽ വരും. അപ്പോൾ ഏത് രീതിയിലാണ് ഈ ഫിഷിംഗ് ഹുക്സ് യൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് പറയുന്നത്. ലൈൻ ഫിഷിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഈ ഹുക്സ് ഉണ്ടാക്കുന്നത് ഗാൽവനൈസ്ഡ് അലുമിനിയം, കോട്ടൺ അയണോ, ബ്രാസോ, സ്റ്റെയിൻലെസ് സ്റ്റീലോ ഒക്കെ യൂസ് ചെയ്ത് അങ്ങനത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കർബ്ഡ് ഹുക്സ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ട് അത് ബെയ്റ്റിംഗ് ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഹുക്കാണ് കർബ്ഡ് ഹുക്സ് എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഡബിൾ ഹുക്സ്, ട്രിപ്പിൾ ഹുക്സ് ഒക്കെ ഉണ്ട്. കാരണം ഒറ്റ ഹുക്കിലാണെങ്കിൽ ചിലപ്പോൾ ആ ഫിഷ് പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡബിൾ ഹുക്ക് ആകുമ്പോഴത്തേക്കും ഫിഷസിന് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ഉള്ള ചാൻസ് വളരെ കുറയും. Parts of hooks. Hooks are of different types, shapes and sizes, and these are made of steel and wrought iron. Wrought iron is commonly used. The fish hook is fastened to a line for a capture of fishes. The principal part of a hook are shank, bend, barb and point. ഇത് സാധാരണ റോട്ട് അയൺസ് യൂസ് ചെയ്തിട്ട് റോട്ട് അയൺ എന്ന് പറഞ്ഞാൽ അലോയി ആണ്, അയണിൻ്റെ അലോയി ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫിഷ് ഹുക്കിൻ്റെ അതായത് അതിൻ്റെ സൈസിൻ്റെയും ഷേപ്പിൻ്റെ അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹുക്സ് ഉണ്ട്. ഇത് ലൈനായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇത് ഐ എന്ന് പറയുന്ന ഭാഗം. പിന്നെ ഷാങ്കിൻ്റെ സൈസ് കുറേയും കൂടിയൊക്കെ ചെയ്യും. പിന്നെ ബാർബ് എന്ന് പറയുന്നത് അവിടെയാണ് ആ മീൻ കൊളുത്തി കിടക്കുന്നത്, കൊളുത്തുന്നത് ആ ഭാഗത്താണ്, അതിൻ്റെ ഇങ്ങനെ കൊളുത്തി വരുന്നത് ആ ഭാഗത്താണ്. പിന്നെ ഇതാണ് അതിൻ്റെ ആ ഒരു ബെൻഡ്, വളവ്. Next one is jigging. The jigging technique involves mainly catching fish by impaling them with special hooks. In jigging, the line must be jerked to pierce the fish. The sharp hooks are weighted so that when they are pulled up, there will be sufficient momentum to penetrate the fish. In some cases, regular baited hooks are jigged manually or mechanically to attract attention to the bait. Special reels can be used to impart a jigging action to the line. ജിഗ്ഗിങ് ടെക്നിക്കിൽ പ്രധാനമായിട്ടും ഫിഷിനെ ഇങ്ങനെ ആ ഒരു കൊളുത്തിൽ അങ്ങനെ കൊളുത്തി എടുക്കുക എന്നുള്ള രീതിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഹുക്കിൽ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കൊളുത്തി ഇങ്ങനെ എടുക്കാനുള്ള ഒരു എഫിഷ്യൻസി കൂടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള ഹുക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫിഷിൻ്റെ ഷോളിൽ കൊണ്ടിട്ട് ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ജിഗ്ഗിങ് നടത്തി കഴിയുമ്പോഴത്തേക്കും ആ ഫിഷിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത് കൊളുത്തി പിടിക്കും. ജിഗ്ഗിങ്ങിൻ്റെ ഒരു ഇമേജാണിത്. സ്ക്യൂഡിനെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതും ഈ ജിഗ്ഗിങ് ആണ്. നെക്സ്റ്റ് വൺ, ട്രോളിംഗ് ലൈൻസ്. ട്രോളിംഗ് ലൈൻസ് ആർ സിമ്പിൾ ഹുക്ഡ് ലൈൻസ് ദാറ്റ് ആർ ട്രെയിൽഡ് ഫ്രം എ മൂവിംഗ് വെസൽ അറ്റ് എ കൺട്രോൾഡ് ഡെപ്ത്. Bait may be artificial or natural and attracts predator fish that see what appears to be a smaller fish thrashing and turning in the water. The lure may be nothing more than a colorful piece of cloth, a small bunch of feathers or a piece of skin from the bait fish, but it must be carefully adapted to local conditions and fish species and size. The use of outriggers can increase the number of lines that can be trolled and helps keep them from becoming tangled. ട്രോളിംഗ് ലൈൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളി അത് ഹുക്ക് തന്നെയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ബോട്ടിൽ ഇങ്ങനെ ഇത് ട്രെയിൽ ചെയ്ത് വലിച്ചുകൊണ്ട് പോകുന്ന രീതിയാണ്. അപ്പോൾ ഇത് തമ്മിൽ എൻറ്റാങ്കിൾ ചെയ്യാതിരിക്കാൻ വേണ്ടി അതിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അത് ഫ്രെയിം പോലത്തെ അല്ലെങ്കിൽ ഒരു ബീം പോലത്തെ ഇതാണ് ഔട്ടർ ഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ടർ ഗേഴ്സിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ട്രോളിംഗ് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എൻറ്റാങ്കിൾ ചെയ്യത്തില്ല.
പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ബെയ്റ്റ്സ് ഒക്കെയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ലൂറായിട്ട് യൂസ് ചെയ്യുന്നത് കളർഫുൾ ക്ലോത്തിൻ്റെ പീസോ പിന്നെ ഫെതേഴ്സിൻ്റെ ബഞ്ച് അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രോളിങ് ലൈൻസ് യൂസ് ചെയ്തിട്ട് ഫിഷിങ് നടത്തുന്നത്. ഇതാണ് ട്രോളിങ് ലൈൻസ്. ആ ഒരു ബീം പോലെ വന്നിട്ട് അതിനകത്തു നിന്നാണ് ഈ ട്രോളിങ് ലൈൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഔട്ടർ റിഗേഴ്സ് എന്നാണ് ആ ബീംസിന് പറയുന്നത്. ഔട്ടർ റിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ട്രോളിങ് ലൈൻസ് എൻറ്റാങ്കിൾ ചെയ്യാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഔട്ടർ റിഗേഴ്സ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഡബിൾ ഹുക്സ് ഉള്ള ഇതാണ് കാണിച്ചിരിക്കുന്നത്. Trolling offers numerous advantages to small-scale fisheries. Multiple trolling can be performed from a reasonable small craft. Changing singers' weights allows fishing and graduated depths. Lures can be made of local materials and easily changed from the target species. The use of artificial bait avoids the capture of purchase of live bait. Trolling is also an excellent auxiliary method and can be used as the vessel is going to or returning from other fishing grounds. It's mainly used to capture the pelagic or demersal species and are eligible to operate in the inshore of offshore waters. To introduce this does not require high skill or massive investment as in the gear. ഈ ട്രോളിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബെയ്റ്റിന് വേണ്ടി അധികം പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. കാരണം ആർട്ടിഫിഷ്യൽ ബെയ്റ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണയായിട്ട് ഇത് പെലാജിക് ഫിഷറീസിനെയും ഡിമേഴ്സൽ സ്പീഷീസിനെയൊക്കെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓഫ് ഷോറിലും ഇൻഷോറിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ആണ് സീനിങ്. സീൻസ് ആർ ലോങ് നെറ്റ്സ് വിത്ത് മെഷസ് സ്മോൾ ഇനഫ് ടു പ്രിവെൻറ്റ് ദ ഡിസയർഡ് fish from gilling. They are set in a semicircular and tracked over a smooth board using long ropes. In this way, the fishes are herded into the net and hauled onto the beach or on board. Beach scenes are especially appropriate for catching seasonal pelagic species as they fed near shore. They are most often set from the boat. One end of remains on shore while the rest of the net shall be fixed in a curved path and brought back to the beach. Beach scenes are especially appropriate for catching seasonal pelagic species as they fed near shore. അതായത് സീസണൽ ആയിട്ടുള്ള പെലാജിക് ഫിഷസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ബീച്ച് സീൻസ് സാധാരണയായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. കാരണം മൺസൂണിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും സാഡൈനൊക്കെ വലിയ രീതിയിൽ ഷോറിൻ്റെ അടുത്തേക്ക് വരുന്നതാണ് അപ്വെല്ലിങ്ങിൻ്റെയൊക്കെ കാരണത്താൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആണ് ഈ സീനിങ് യൂസ് ചെയ്തിട്ട്, അതായത് ബീച്ച് സീൻസ് യൂസ് ചെയ്തിട്ടാണ് പിടിക്കുന്നത്. അതായത് ബോട്ടിൽ ആ ഒരു സീൻ്റെ ഒരറ്റം കൊണ്ടുപോയിട്ട് ആ ഫിഷസിൻ്റെ ഷോളിനെ അതിലേക്ക് ട്രാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരറ്റം കൊണ്ടുവന്ന് തിരിച്ച് ബീച്ചിൽ കൊടുക്കുക. എന്നിട്ട് ബീച്ചിൽ നിന്നാണ് അവർ ഫിഷർമാൻസ് അത് വലിച്ച് കയറ്റുന്നത്. അപ്പോൾ ഇത് വർക്കല ബീച്ചിലൊക്കെ സാധാരണയായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഈ ഒരു ബീച്ച് സീനിങ്. They are most often set from the boat. One end remains on shore, and while the rest of the net shall be fixed in a curved path and brought back to the beach. And large beach scenes, however, are costly, and their use is restricted to large stretches of smooth, shallow bottom with fairly mild surf. The net is species indiscriminated and may catch juveniles of large-sized fish. And small two-man beach scenes are often used for catching live baits or small fishes, and these tend to have a uniform small mesh. അതായത് ഈ ഒരു സീൻസിൻ്റെ ഒക്കെ പ്രത്യേകത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പാസീവ് ഗെയിഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒട്ടും സെലക്റ്റീവ് അല്ല. കാരണം മറ്റേതിൽ നമ്മൾ സെലക്റ്റീവായിട്ടുള്ള സൈസിലുള്ള ഫിഷസ് മാത്രമേ കിട്ടത്തുള്ളായിരുന്നു. പക്ഷേ ഈ സീൻസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ജുവനൈൽ ഫിഷസ് അതിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷ് സൈസ് വളരെ ചെറുതായതുകൊണ്ട് ജുവനൈൽ ഫിഷസിനെയൊക്കെ അതിൽ ട്രാപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് സീൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഇതിൻ്റെ ചെറിയ സീൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതായത് ബെയ്റ്റിനെയൊക്കെ പിടിക്കാൻ വേണ്ടി രണ്ട് പേർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയ സീൻസും സാധാരണയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ വലിയ സീൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സീൻസ് ഉണ്ട്. The scene which is operated from the boat is called the boat scene. Boat scenes have the potential of bringing small-scale fisheries to
previously unexploited resources. However, any introduction of modern technologies, motorization of boat, rope and net haulers, storage of net and cables on reels, that would enlarge the area covered and could increase the catch, involves capital investment and an increase in running costs. An example is a Rambani net operated in the southwest India. ഇത് ഈ സീൻസ് തന്നെ ബോട്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ബോട്ട് സീൻസ് എന്ന് പറയുന്നുണ്ട്. ബീച്ച് സീനിങ്ങിനേക്കാളും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും ബോട്ട് സീനിങ് എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു എക്സാമ്പിൾ റംബാണി നെറ്റ് എന്ന് പറയുന്ന നെറ്റ് സൗത്ത് വെസ്റ്റ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന റംബാണി നെറ്റ് ഈ ഒരു ബോട്ട് സീനിന് എക്സാമ്പിളാണ്. റംബാണി നെറ്റൊക്കെ ഏത് ക്രാഫ്റ്റിലാണ് റംബാണി നെറ്റ്സ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ ക്രാഫ്റ്റ് ടെക്നോളജി എന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ട്രോൾസ്. ട്രോൾ നെറ്റ് ഈസ് conical bag nets with two wings and cordon where the catch is concentrated, performed by towing from one or two boats. The size of troll net may be defined by the length of the foot rope, headline or the number of meshes around the fishing circle and the mesh size at the point. Mesh sizes are usually at their largest in the mouth of the troll and progressively reduced towards the cordon. Based on the operational position, it is categorized into bottom trolls, midwater troll or pelagic troll. അതായത് ട്രോൾസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഏത് ലൊക്കേഷനിലാണ്, അതായത് അതിൻ്റെ ഓപ്പറേഷണൽ പൊസിഷൻ എവിടെയാണ്, ബോട്ടത്തിലാണോ മിഡ് വാട്ടറിലാണോ പെലാജിക് ആണോ ട്രോളിങ് നടത്തുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ബോട്ടം ട്രോള്, മിഡ് വാട്ടർ ട്രോള്, പെലാജിക് ട്രോള് എന്ന് തിരിച്ചിട്ടുണ്ട്. ട്രോളിൻ്റെ പിക്ചർ, ഈ ട്രോൾസിൻ്റെ പിക്ചർ നോക്കാം. Bottom trolling. When a troll net is dragged into the bottom or just above the bottom, it is known as bottom trolling. Stern bottom trolling was first introduced in the late 1940s and has become widely popular since then. The advantages of stern trolling is maximum utilization of the towing power and ability to set gear in straight line. ഇതാണ് ഒരു ട്രോളിൻ്റെ ഒരു പിക്ചറാണ്. ബേസിക് കമ്പോണൻ്റ് ഓഫ് എ ട്രോളാണ് ഇത്. ഇതിൻ്റെ ഏറ്റവും ഈ ഫസ്റ്റ് ഈ കാണുന്ന രണ്ട് ഇതാണ് ഓട്ടർ ബോർഡ്സ് എന്ന് പറയും. ഈ ബോർഡാണ് ഓട്ടർ ബോർഡ്. ഇത് അതിൻ്റെ ആ ഒരു സ്വീപ്പിംഗ് ഏരിയ വലുതാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇത് ഓപ്പണായിട്ട്, ട്രോൾ ഓപ്പണായിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഓട്ടർ ബോർഡ്സ്. പിന്നെ അത് കൂടാതെ തന്നെ മേളിൽ ഫ്ലോട്ടേഴ്സും ഉണ്ട്, താഴെ സിങ്കേഴ്സും ഉണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും ബാക്കിലത്തെ ആ ഒരു പോയിൻ്റ്, ഏറ്റവും ബാക്കിലത്തെ ആ ഭാഗത്തിനാണ് കോഡൻ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഫിഷിംഗ് സർക്കിൾ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിനാണ് കോഡൻ്റ് എന്ന് പറയുന്നത്. ഇത് ബോട്ടം ട്രോളിങ് നടത്തുന്നതാണ് ഈ പിക്ചറിൽ. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് ആ കോഡൻ്റ് ആ ബാക്കിൽ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. കോഡൻ്റ് ഇതാണ് ഫ്രണ്ടിലത്തെയാണ് ഹെഡ്ലൈൻ റോപ്പ്. ഇതിനാണ് സ്വീപ്പിംഗ് ഒരു ഏരിയ, ആ റോപ്പിൻ്റെ ആ സ്വീപ്പ് ഏരിയ എത്രത്തോളം ഇതാണെന്ന് നോക്കുന്ന ആ റോപ്പിൻ്റെ ലെങ്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മിഡ് വാട്ടർ ട്രോളിംഗ്. മിഡ് വാട്ടർ ട്രോൾസ് ആർ യൂസ്ഡ് ഫോർ പെലാജിക് ട്രോളിംഗ് and these are conical bags with a wide mouth made of light netting yarns and large meshes based on the construction of the trolls, and they can be grouped into two seam pelagic trolls, four seam trolls, and with all four equal panel for pair trolling, and four seam troll എന്ന് പറഞ്ഞാൽ the upper and lower panels are identical and the two identical side panels are narrow. എത്ര പാനൽ ഓഫ് നെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പാനൽ ഉണ്ട്, 4 പാനലുണ്ട്, നെറ്റുണ്ട്. പിന്നെ 4 പാനൽ നെറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിടത്തെയും, അതായത് അപ്പർ പാനലും ലോവർ പാനലും ഏകദേശം ഐഡൻറ്റിക്കൽ ആയിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് സറൗണ്ടിങ് നെറ്റ്. സറൗണ്ടിങ് നെറ്റ്സ് ആർ റെക്ടാങ്കുലർ വാൾസ് ഓഫ് നെറ്റിംഗ് റിഗ്ഡ് വിത്ത് ഫ്ലോട്ട്സ് ആൻഡ് സിങ്കേഴ്സ് which after detection of the presence of fish are cast to encircle the fish school. Surrounding nets are typically operated in surface layers. The purse seine is the foremost type of surrounding net, in which bottom of the net is closed after encircling the fish school by a purse seine line which prevents fish from escaping downward by diving. It is categorized in based on the fishing boats as one boat and two boat purse seiners by fishing boat.
Based on the target species, there are anchovy persines, sardine persine, mackerel persine, cod persine, and tuna persine. Besides, based on the scale of operation, is categorized into small, medium, and large persiners. Surrounding net without purse line, like lumbar net, is operated at the small scale level. സ്മോൾ സ്കെയിൽ ലെവലിൽ യൂസ് ചെയ്യുന്ന ഒരു സറൗണ്ടിങ് നെറ്റാണ്, അല്ലെങ്കിൽ എൻസർക്കിളിംഗ് നെറ്റാണ് ലംബാർ നെറ്റ് എന്ന് പറയുന്നത്. സറൗണ്ടിങ് നെറ്റിൽ ഏറ്റവും ലാർജ് സ്കെയിലായിട്ട് ഫിഷസിനെ, ഒരു വലിയ ഫിഷ് ഷോളിനെ തന്നെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റാണ് പേഴ്സീൻ നെറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേഴ്സീനസ് എന്ന് പറയുന്നത്. അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ അതൊരു പേഴ്സ് പോലെയാണ്. പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന പേഴ്സ് പോലെയാണ്. അതായത് കയറ് വെച്ച് ഇങ്ങനെ കെട്ടുന്ന പോലത്തെ പേഴ്സ് പോലത്തെയാണ്. പക്ഷേ മേളിലല്ല അത് അടയ്ക്കുന്നത്, അത് ബോട്ടത്തിലാണ് അടയ്ക്കുന്നത്. കാരണം ഫിഷസ് ഡൈവ് ചെയ്ത് താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും അതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പേഴ്സ് പോലെ ഉള്ള ഒരു സ്ട്രക്ചർ. അപ്പോൾ അവിടെ പേഴ്സ് ലൈൻസ് ഉണ്ട്, പേഴ്സ് ലൈനും ഉണ്ട്, പേഴ്സ് റിങ്സും ഉണ്ട്. അപ്പം ആ പേഴ്സ് ലൈൻ പേഴ്സ് റിങ്ങിൽ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും ആണ് അതിൻ്റെ ആ ഒരു ക്ലോസിങ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നോൺ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്പീഷീസും പിന്നെ ജുവനൈൽസും ഒക്കെ വലിയ രീതിയിൽ പിടിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ. പിന്നെ ഈ പേഴ്സീൻ തന്നെ എത്ര ബോട്ടിലാണ്, ഇപ്പോൾ 2 ബോട്ട് യൂസ് ചെയ്തിട്ടാണ് പിടിക്കുന്നതെങ്കിൽ 2 ബോട്ട് പേഴ്സീൻസ് എന്ന് പറയും. കാരണം ഒരു ബോട്ടിൽ നിന്ന് ഒരു ചെറിയ ബോട്ട് യൂസ് ചെയ്തിട്ട് അത് ആ ഷോളിൻ്റെ ചുറ്റും അതിനെ എൻസർക്കിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് 2 ബോട്ട് പേഴ്സീൻസ് ആവും. ഈ പിക്ചറിലാണ് പേഴ്സ് റിങ്സ് ഉള്ളത്, പിന്നെ പേഴ്സ് ലൈനുണ്ട്, പിന്നെ പേഴ്സ് വയറുണ്ട്, പിന്നെ മേളിൽ ഫ്ലോട്ടേഴ്സ്, താഴെ ഇതും ഉണ്ട്. താഴെ സിംഗേഴ്സിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണിത് ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ലിഫ്റ്റ് നെറ്റാണ്. ലിഫ്റ്റ് നെറ്റ് കൺസിസ്റ്റ് ഓഫ് ഹൊറിസോണ്ടൽ നെറ്റിംഗ് പാനൽ ഓർ എ കോൺ ഷേപ്ഡ് ബാഗ് with the mouth facing upward, which are submerged and lifted either manually or mechanically to filter the fish overlying water column. It is categorized into shore operated and boat operated. ലിഫ്റ്റ് നെറ്റ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഷോർ ഓപ്പറേറ്റഡ് ലിഫ്റ്റ് നെറ്റും ഉണ്ട്, ബോട്ട് ഓപ്പറേറ്റഡ് ലിഫ്റ്റ് നെറ്റും ഉണ്ട്. ദ ഷോർ ഓപ്പറേറ്റഡ് ലിഫ്റ്റ് നെറ്റ് ഈസ് ഓപ്പറേറ്റഡ് ഫ്രം ദ പെർമനന്റ് ഇൻസ്റ്റലേഷൻ along the coast. The boat operated lift net which is operated from on one to several boats. ഇതാണ് ബോട്ട് ഓപ്പറേറ്റഡ് ലിഫ്റ്റ് നെറ്റ്. ഇതാണ് ഷോർ ഓപ്പറേറ്റഡ് ലിഫ്റ്റ് നെറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ചീനവല പോലത്തെ. പിന്നെ കാസ്റ്റ് നെറ്റിൻ്റെ കാര്യം ഇതിൽ ഡിസ്കസ് ചെയ്യാൻ മറന്നുപോയി. കാസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളി നമ്മൾ കൈ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എറിഞ്ഞ് വിടുന്ന പോലത്തെ ഒരു വലയാണ് കാസ്റ്റ് നെറ്റ്. നമ്മൾ സാധാരണയായിട്ട് കാണുന്ന നെറ്റാണ്. അപ്പോൾ അതിൻ്റെ താഴെ ചെറിയ ലെഡ് വെയ്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരാൾക്ക് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാസ്റ്റ് നെറ്റാണ്, വട്ടവല എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.